ഫൈനൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ സർക്കുലർ കോയിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഇത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ഇവിടെ നോക്കാം, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് പോസിറ്റീവ് ആണ് അല്ലേ, ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ ഇതെന്താണ്, ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആകുന്ന കേസിൽ ഇവിടെ എന്താ വരിക, സൗത്ത് പോൾ അല്ലേ വരിക. ക്ലോക്ക് വൈസ് ആകുമ്പോൾ സൗത്ത് പോൾ ആണ് വരിക. അപ്പോൾ സോ ഇതെന്താണ്, തെറ്റാണ് അല്ലേ. നെക്സ്റ്റ് വൺ നോക്കുക. നെക്സ്റ്റ് വൺ എന്താണ്, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. സോ ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് പോവുക. സോ ക്ലോക്ക് വൈസ് ആയിട്ടാണ്, സൗത്ത് പോൾ ആണ്, കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഫിഗർ നോക്കുക. ഇവിടെ എന്താണ്, നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണ് അല്ലേ. സോ എങ്ങനെയാണ് കറണ്ട് പോവുക, പോസിറ്റീവ് ടു നെഗറ്റീവ് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ എന്താ, ആന്റി ആകുമ്പോൾ ആന്റി നോർത്തിലാണ് അല്ലേ, ആന്റി നോർത്തിലാണ്. സോ ആന്റി നോർത്തിലായതുകൊണ്ട് എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് നോർത്ത് പോൾ ആണ് വരിക. സോ ഇതും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഫിഗർ നോക്കുക. എന്താണ്, ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവുമാണ്. സോ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എന്ത് പോവുക, കറണ്ട് പോകുന്നത് അല്ലേ. സോ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. സോ ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇവിടെ സൗത്ത് പോൾ ആണോ വരിക, അല്ല, എന്താ വരിക, നോർത്ത് പോൾ ആണ് വരിക. സോ ഇതും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി, ബി ആൻഡ് സി ആണ് എന്ത് കറക്റ്റ് ഫിഗർ വരുന്നത്.